नमस्ते, सबको प्रणाम, सबको स्वागत। हम पिछली कक्षा में अनामिका की बेजगत नामक कविता के बारे में पढ़ा। इसमें कवयित्री लड़कियों और स्त्रियों की हालत कैसा है इसके बारे में कहा। संस्कृत टीचर ने एक श्लोक में कहा था, औरतें नाखून और केश के समान है। സ്ത്രീകളിവിടെ പറയുന്നത് സ്ത്രീകളെന്ന് പറയുന്നത് നഖത്തിന് സമാനമാണ്, മുടിക്ക് സമാനമാണെന്ന് പറയുന്നത്. ये नेल कटर से कट जाने के बाद उसका कोई स्थान नहीं है, जगह नहीं है. केश अपने सिर पर गिर जाने के बाद उसका कोई स्थान नहीं है, जगह नहीं है. उसी प्रकार है स्त्रियों की हालत, औरतों की हालत. बाद में कवयित्री कहते हैं, यहाँ लड़कों और लड़कियों के बीच की भिन्नता के बारे में. लड़कों का स्कूल जाने का अनुमति देता है, मीठा पकवान देते हैं, लेकिन लड़कियों को रसोई में काम करने के लिए और झाड़ू लगाने का काम करने के आदेश देते हैं. यहाँ कवयित्री कहते हैं, लड़कियों और औरतों धूप, मिट्टी और हवा के समान है, उसका कोई जगह नहीं है. इसी प्रकार औरतों को अपना अपना जगह होती है, उससे परिवर्तन जाने से उसका कोई मूल्य नहीं है, उसका बदलने से कोई मूल्य नहीं है. സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ബേജഗഹ് എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞത്. ബേജഗഹ് എന്ന് പറഞ്ഞാൽ കോയി സ്ഥാൻ നഹി ഹെ, ജഗഹ് നഹി ഹെ എന്നുള്ള അർത്ഥമാണ്. സ്ത്രീകൾക്ക് അവനവൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിന് മൂല്യമില്ല എന്നാണ് കവിതയിൽ പറഞ്ഞത്. ഇന്ന് നമുക്ക് പുതിയൊരു കവിത പഠിക്കാം. അഖി, സച്ചിദാനന്ദ ഹീരാനന്ദ് വാത്സ്യൻ അഖി എന്ന് പറയുന്ന കവി എഴുതിയ ഒരു കവിതയാണ് മേനെ കഹ പേട് എന്ന് പറയുന്ന കവിത. അതിൽ അഖിയൻ്റെ ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ കിട്ടിയ രചനയുണ്ട്. കിത്നി നാവുമ കിത്നി ബാർ എന്ന് പറയുന്ന രചനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കവിതകൾ, കഥകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്. നിങ്ങൾ ചിലപ്പോൾ അയാളുടെ ഏതെങ്കിലും കവിത പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അഖിയനെ കുറിച്ചാണ് പറയാനുള്ളത്. അയാളുടെ ഫുൾ നെയിം എന്താണെന്ന് പറയുന്നുണ്ട്, എന്തെല്ലാം രചനകൾ ചെയ്തു, ഏത് കാലത്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് കവി പരിചയം വരുന്നത്. നമുക്ക് കവി പരിചയം ഒന്ന് നോക്കാം. പുതിയ കവിതയാണ് മേനെ കഹാ പേട്. सच्चिदानंद हीरानंद वात्स्यायन अखी. अखी का जन्म देवरिया जनपद के कसिया नामक स्थान पर 7 मार्च 1911 को हुआ था. അഖിയൻ്റെ ജനനം എന്ന് പറയുന്നത് 1911 മാർച്ച് 7 ഉത്തർപ്രദേശിലെ ദേവരിയ ജില്ലയിലെ കസിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ദേവരിയ എന്ന് പറയുന്ന ജില്ലയിലെ കസിയ എന്ന് പറയുന്ന സ്ഥലത്ത് 1911 മാർച്ച് 7 അഗ്നി ജനിച്ചു എന്നാണ് പറയുന്നത്. इनका पूरा नाम सच्चिदानंद वात्स्यायन अखी है, जिसमें पिता का नाम हीरानंद भी इन्होंने जोड़ लिया था. इनका पूरा नाम, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് സച്ചിദാനന്ദ് വാത്സ്യായൻ അഖി എന്നാണ്. ഈ പേരിനോടുകൂടെ പിതാക്ക നാം, അച്ഛൻ്റെ പേരായ ഹീരാനന്ദ് എന്നുള്ളതും ചേർത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഖി എന്നായിട്ട് മാറി. അപ്പോൾ അതിൽ ചോദിക്കാവുന്നതാണ്, അഖിക പൂരാ നാം ക്യാ ഹെ? അഖിയൻ്റെ മുഴുവൻ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഖി എന്നാണ് പേര്. इनके पिता पंडित हीरानंद शास्त्री पुरातत्व विभाग में एक उच्च अधिकारी थे. ഇദ്ദേഹത്തിൻ്റെ അച്ഛനായ പണ്ഡിത് ഹീരാനന്ദ് ശാസ്ത്രി പുരാതത്വ വിഭാഗ് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. പുരാവസ്തു വിഭാഗത്തിൽ വളരെ ഉയർന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു, ഓഫീസറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛനായ പണ്ഡിത് हीरानंद शास्त्री. अखी के पूर्वज पंजाब के निवासी बनोद सारस्वत ब्राह्मण थे. ഇനി അഖിയൻ്റെ പൂർവികരെല്ലാവരും പഞ്ചാബിലെ താമസക്കാരാണ്. അതോടൊപ്പം തന്നെ ബണോത്ത് എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട സാരസ്വത് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു അഖിയൻ്റെ പൂർവികർ. അവർ പഞ്ചാബിലാണ് ആദ്യം താമസിച്ചിരുന്നത്.
ഇൻകെ ദാദ സംസ്കൃതക്കെ പ്രഖണ്ഡ് പണ്ഡിതത്തെ. ഇനി ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ സംസ്കൃതത്തിൻ്റെ വലിയൊരു പണ്ഡിതനായിരുന്നു പറയുന്നത്. അപ്പോൾ കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ നല്ല എഡ്യൂക്കേഷനൊക്കെ ഉള്ള കുടുംബമാണ്. ഉയർന്ന ഉദ്യോഗമൊക്കെ വഹിച്ചിരുന്ന ആളാണ് അച്ഛൻ. അതുപോലെ തന്നെ സംസ്കൃതത്തിലെ പാണ്ഡിത്യം നേടിയ ആളുകളും വീട്ടിലുണ്ടായിരുന്നു പറയുന്നത്. ബ്രാഹ്മണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാണ് പറയുന്നത്. आगे की शिक्षा दीक्षा कुल परंपरानुकूल रडंत पद्धति से आरंभ हुई. ഇനി അഖിയൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ ബ്രാഹ്മണ കുലത്തിൻ്റെ പാരമ്പര്യമനുസരിച്ചാണ് ആരംഭിച്ചത്. ഇനോനെ 1925 में പഞ്ചാബ് में മെട്രിക് की പരീക്ഷ പാസ് की. അപ്പോൾ ആദ്യം അദ്ദേഹം മെട്രിക് എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷനാണ്, 10ാം ക്ലാസ് പരീക്ഷയാണ്. 1925 പഞ്ചാബിൽ വെച്ച് മെട്രിക്കുലേഷൻ പഞ്ചാബിലാണ് പഠിച്ചത്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി 25. തദുപരാന്ത് ഇൻ്റർമീഡിയറ്റ് കെ ലിയെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് മേ ദാഖിൽ ഹുയി. അതിനുശേഷം അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് ചെയ്യാനായിട്ട്, അതായത് +2 പഠിക്കാനായിട്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് അഡ്മിഷൻ നേടിയത്. പഞ്ചാബിലാണ് 10ാം ക്ലാസ്സിൽ പഠിച്ച് പിന്നീട് ഇവിടെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് എന്നാണ് പറയുന്നത്. तथा 1927 में ISC की परीक्षा पास कर पुनः पंजाब में लाहौर के फॉर्मन कॉलेज में इन्होंने BSc में नाम लिखाया. അങ്ങനെ 1925 10ാം ക്ലാസ് കഴിഞ്ഞു. 27 ISC പരീക്ഷ പാസ്സായി, അതായത് +2 പരീക്ഷ പാസ്സായിട്ട് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. പാസ്സായിട്ട് പുനഃ വീണ്ടും പഞ്ചാബ് മേ ലാഹോർ കെ ഫോർമൻ കോളേജ് മേ, പഞ്ചാബിലെ ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫോർമൻ കോളേജിലെ BSc അദ്ദേഹം പഠിച്ചു. 1929 में इन्होंने BSc की പരീക്ഷ ഉത്തീർණ की. അങ്ങനെ 1929 BSc പരീക്ഷ പാസ്സായി. അപ്പോൾ 25 10ാം ക്ലാസ്, 27 +2, അത് കഴിഞ്ഞ 29 BSc പരീക്ഷ പാസ്സായി. अखी की पहली कविता लाहौर की कॉलेज पत्रिका में छपी थी, जो अब उनके दूसरे कविता संग्रह चिंता में संग्रहित है. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ലാഹോറിൽ പഠിക്കുന്ന സമയത്താണ്, BScക്ക് പഠിക്കുന്ന സമയത്താണ് ഏറ്റവും ആദ്യമായിട്ട് കവിത എഴുതിയത്. ആ കവിത കോളേജിലെ മാഗസിനിൽ അച്ചടിച്ചു വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കവിത കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ, BScക്ക് പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ കവിത അദ്ദേഹത്തിൻ്റെ കോളേജ് മാഗസിനിൽ അച്ചടിച്ചു വന്നിരുന്നു എന്ന് പറയുന്നത്. വീണ്ടും പറയണേ, ജോ അബ് ഉൻകെ ദൂസരെ കവിത ചിന്താമേ സംഗ്രഹീത ഹെ. ആ കവിത അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ അച്ചടിച്ചു വന്ന, കോളേജ് മാഗസിനിൽ അച്ചടിച്ചു വന്ന ആ കവിത അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കവിതാ സംഗ്രഹമായിട്ടുള്ള, അല്ലെങ്കിൽ കവിതാ സമാഹാരമായിട്ടുള്ള ചിന്തയിലാണ് ആ കവിത ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇൻക പഹല കാവ്യ സംഗ്രഹ ഭഗ്നദൂത് 1937 में है. ഇനി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് പറയുന്നത് ഭഗ്നദൂതാണ്. അത് 1933 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് പറയുന്നത്, കാവ്യസംഗ്രഹം എന്ന് പറയുന്നത് ഭഗ്നദൂതാണ്. രണ്ടാമത്തെയാണ് ദൂസര കാവ്യസംഗ്രഹം എന്ന് പറയുന്നതാണ് ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്ത എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലാണ് ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നിട്ടുള്ളത്. ഭഗ്നദൂത് और चिंता की छायावादी कविताओं से अपनी काव्य यात्रा प्रारंभ करने वाले अखे प्रयोगवाद और नई कविता के विशिष्ट कवि हैं. ഇപ്പോൾ ഭഗ്നദൂത് എന്ന് പറയുന്ന കവിതാ സമാഹാരം, ചിന്ത എന്ന് പറയുന്ന കവിതാ സമാഹാരം, ഛായാവാദം ആ കാലഘട്ടത്തിലാണ് അത് പബ്ലിഷ് ചെയ്തിരുന്നത്. ഛായാവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് കമ്പയർ ചെയ്യുക, മാനവീകരൺ, പ്രകൃതിയുമായിട്ട് കമ്പാരിസൺ വരുന്നുണ്ട്, റൊമാൻറ്റിക് ഭാവനകൾ, ഇതെല്ലാമാണ് ഛായാവാദത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഛായാവാദ കവിതകളായിട്ടാണ് ആദ്യം ഭഗ്നദൂതും ചിന്തയും അങ്ങനെയാണ് ഛായാവാദത്തിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാവ്യയാത്ര അതിൽ നിന്ന് മാറി ഛായാവാദത്തിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് പ്രയോഗവാദത്തിലേക്ക് എത്തി. വീണ്ടും അത് 1960 ശേഷം അത് നൈ കവിത എന്ന പേരിലാണ് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. പ്രയോഗവാദത്തിലെ കവിയോടെ കവിത തന്നെയാണ് വിഷയമാക്കി മാറ്റിയിരിക്കുന്നത്. ഛായാവാദം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ടുള്ള കമ്പാരിസനാണ് വരുന്നത്, തുലനം ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ പ്രയോഗവാദമാകുമ്പോൾ കവിതയെ തന്നെ അവിടെ വിഷയമായിട്ടാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നീട് അത് നൈ കവിത എന്ന രൂപത്തിലേക്ക് മാറി. 1960 ശേഷമാണത് നൈ കവിത എന്നുള്ള രൂപത്തിൽ മാറിയത്. അപ്പോൾ ഭഗ്നദൂതും ചിന്തയും ഛായാവാദ കവിതയാണെന്ന് പറയുന്നത്. അതിന് ശേഷമാണ് പ്രയോഗവാദത്തിലേക്ക് എത്തിയത് അദ്ദേഹം. താരസപ്തക് की कविताओं के साथ अखी जी की नई काव्य यात्रा आरंभ होती है. ഈ താരസപ്തക് എന്ന് പറഞ്ഞാൽ കവിതകളിലെ, അതായത് 7 കവികളിലെ ഒരു ഗ്രൂപ്പാണ്. അതിലെ അഖിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് താരസപ്തക് എന്ന് പറയുന്ന ഒരു കവിതാ പുസ്തകം തന്നെ അവിടെ ആരംഭിച്ചത്. അതിൽ വരുന്നത് ഹരി ഗാസ്പർ ചെൻബർ 1949,
बावरा अहेरी 1954 और इंद्रधनु रौंदे हुए थे 1957। ये रचनाओं में अखेई की व्यक्ति चेतना निरंतर एक दर्शन के रूप में संगठित होती दिखाई देती है. ഇനി താരസപ്തക് എന്ന് പറയുന്നതിൽ ഒരുപാട് കവിതകളുണ്ടായിരുന്നു. കവിതകളിലെ ഒരു കവികൾ തന്നെ ഒരുപാട് 7 പേരുടെ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ 1949 ഹരി ഗാസ്പർ ഷെൻബർ എന്ന് പറയുന്ന കവിതാ സമാഹാരം, അതുപോലെ തന്നെ 1954 ബാവര അഹേരി എന്ന് പറയുന്ന കവിതാ സമാഹാരം, അടുത്തത് ഇന്ദ്രധനു രൗന്ദേ ഹുയേ ധേ എന്ന് പറയുന്ന 1957 എഴുതിയ രചന. ഇതെല്ലാം അഖേൻ്റെ വ്യക്തിചേതന നിരന്തരേക്ക് ദർശൻ രൂപമേ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നതിനെ ഒരു ദർശനത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നവരാണ്. അപ്പോൾ ഈ കവിതകളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കുന്നു പറയുന്നത്. आंगन के पार द्वार 1961 तक आते आते अखेई का व्यक्ति चिंतन भारत के विभिन्न धार्मिक संप्रदायों की तत्व विचार संबंधी अवधारणाओं के सार को अपने मनोनुकूल डालकर एक नया दर्शन खड़ा करता है. ഈ 1960 ശേഷം വരുന്നത് നയ കവിതകളാണ്. 1961 എഴുതിയ ആംഗൻ കെ പാർദ്വാർ എന്ന് പറയുന്ന കവിത, അതിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് മാറി ഭാരതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മതസമ്പ്രദായങ്ങൾ, അവരുടെ തത്വങ്ങൾ, ചിന്തകൾ, ഇതിനെക്കുറിച്ചുള്ള ധാരണകളെ, അതിൻ്റെ സാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന് അനുകൂലമാക്കിയിട്ട് പുതിയൊരു ദർശനത്തിൽ കൂടി, പുതിയൊരു കാഴ്ചപ്പാടി കൂടി എഴുതാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ 1960 ശേഷം കുറച്ചുകൂടി മാറ്റം വന്നു എന്നാണ് പറയുന്നത്. പ്രയോഗഭാഗത്തിലേക്ക് അവിടെ അതിൽ നിന്നും മാറിയിട്ട് ഈ കവിതയുടെ രൂപത്തിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങൾ, അവരുടെ ചിന്തകൾ, തത്വങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റാൻ്റെ പുതിയ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാനായിട്ട് അഖേയിന് സാധിച്ചു എന്നാണ് പറയുന്നത്. അഖേയിനെ കൈ പത്രപത്രികാവൊക്കെ സമ്പാദൻ भी किया. അതുപോലെ അദ്ദേഹം ഒരുപാട് ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ മാഗസിൻ, അതിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു, എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു. ये कुछ महीनों तक आगरा से प्रकाशित होने वाले सैनिक के संपादक मंडल में रहे. അദ്ദേഹം കുറച്ച് മാസങ്ങളോളം ആഗ്രയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിരുന്ന സൈനിക് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡിൽ അംഗമായിരുന്നു. അപ്പോൾ ഒരുപാട് മാഗസിനിൽ അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തു. ആദ്യത്തെ പറയുന്നത് സൈനിക് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറാണ്. അതിലെ എഡിറ്റോറിയൽ ബോർഡിൽ അദ്ദേഹം അംഗമായിരുന്നു. 1937 के अंत में पंडित बनारसी दास चतुर्वेदी के आग्रह पर ये विशाल भारत के संपादक मंडल में आए. പിന്നീട് 1937 അവസാനങ്ങളിൽ അദ്ദേഹം പണ്ഡിത് ബനാറസി ദാസ് ചതുർവേദിയുടെ ആഗ്രഹപ്രകാരം വിശാൽ ഭാരത് എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലെ അംഗമായിട്ട് മാറി. कोई 1.5 वर्ष बाद व्यक्तिगत कारणों से इन्होंने विशाल भारत छोड़ दिया और कुछ दिनों तक पटना से प्रकाशित होने वाली बिजली का संपादन किया. അപ്പോൾ ആദ്യം സൈനിക് എന്ന് പറയുന്ന അതിലായിരുന്നു വർക്ക് ചെയ്തത്. വീണ്ടും വിശാൽ ഭാരത് എന്നതിൽ വർക്ക് ചെയ്തു. പിന്നീട് അവിടുന്ന് 1.5 വർഷ ബാദ് 1.5 വർഷത്തിന് ശേഷം വ്യക്തിഗത വ്യക്തിപരമായ കാരണം കൊണ്ട് അദ്ദേഹം വിശാൽ ഭാരത് എന്ന് പറയുന്ന ആ ന്യൂസ് പേപ്പറിലെ പ്രവർത്തന എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് അത് വിശാൽ ഭാരത് ഉപേക്ഷിച്ച് അദ്ദേഹം പോന്നു. എന്നിട്ട് കുറച്ച് നാളുകളോളം അദ്ദേഹം പട്നാസെ പ്രകാശിത് ഹോനെ വാലി പട്നയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത് വന്നിരുന്ന ബിജ്ലി എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. फिर मार्च 1947 में इन्होंने इलाहाबाद को अपना निवास बनाया और प्रतीक नामक मासिक पत्रिका का संपादन आरंभ किया. അങ്ങനെ 1947 മാർച്ചിൽ അദ്ദേഹം ഇലഹാബാദിൽ താമസിക്കാനായിട്ട് തുടങ്ങി. അതുവരെ പഞ്ചാബിലായിരുന്നു. അങ്ങനെ ഇലഹാബാദിൽ താമസിക്കാൻ തുടങ്ങി. അവിടുന്ന് അദ്ദേഹം പുതിയൊരു മന്ത്ലി മാഗസിൻ, മാസിക് പത്രിക, പ്രതീക് എന്നു പേരുള്ള ഒരു പത്രിക മാഗസിൻ അദ്ദേഹം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. प्रतीक अपने ज़माने की बहुत ही उल्लेखनीय पत्रिका थी, जिसके माध्यम से हिंदी के अनेक युवा कवि, कहानीकार, निबंधकार और आलोचक प्रकाश में आए. അപ്പം അന്ന് അദ്ദേഹം പുതുതായി ആരംഭിച്ച ഒരു പത്രികയാണ്, മാഗസിനാണ്, മന്ത്ലി പബ്ലിഷ് ചെയ്യുന്നതാണ് പ്രതീക് എന്ന് പറയുന്നത്. അതിൽ അന്നത്തെ കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാഗസിനായിരുന്നു അത്. ആ പ്രതീക് എന്ന് പറയുന്ന ആ പത്രികയുടെ മാഗസിൻ്റെ
മാധ്യമത്താൽ അതിലെ ഒരുപാട് ഹിന്ദിയിലെ തന്നെ യുവാക്കളായിട്ടുള്ള കവികൾ, കഥാകാരന്മാർ, ഉപന്യാസകാരന്മാർ, അതുപോലെ വിമർശകർ, അങ്ങനെ ഒരുപാട് പേരുടെ രചനകൾ ഈ മാഗസിനിൽ അച്ചടിച്ച് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് ആരംഭിച്ചതാണ് പ്രതീക് എന്ന് പറയുന്ന ഒരു മാഗസിൻ. फरवरी 1965 में अखेई जी ने दिनमान साप्ताहिक पत्र का संपादन आरंभ किया और अपनी निष्ठा के बल पर 6 महीने के भीतर इसे हिंदी का अन्यतम साप्ताहिक पत्र बना दिया. അങ്ങനെ 1965 ഫെബ്രുവരിയിൽ അദ്ദേഹം ദിൻമാൻ എന്നു പേരുള്ള ഒരു വീക്ക്ലി, സാപ്താഹിക് പത്രം, വീക്ക്ലി, അത് എഡിറ്റായിട്ട് അദ്ദേഹം ആരംഭിച്ചു. ദിൻമാൻ എന്ന് പറയുന്ന വീക്ക്ലി ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയുടെ ബലത്തിൽ 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഹിന്ദിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വീക്ക്ലി പത്രമായിട്ടത് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക്ച്വാലിറ്റി, അതിൽ തന്നെ കർത്തവ്യനിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളിൽ അതിൻ്റെ ആ ഒരു ബലത്തിൽ തന്നെ 6 മാസങ്ങൾക്കുള്ളിൽ ഹിന്ദിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വീക്ക്ലി ആയിട്ടത് മാറി എന്ന് പറയുന്നത്. ദിൻമാൻ എന്ന് പറയുന്ന വീക്ക്ലി. लास्ट पैराग्राफ. अखेई को 1971 में विक्रम विश्वविद्यालय उज्जैन ने डी.लिट की मानद उपाधि प्रदान की. പിന്നെ 1971 ഉജ്ജയിനിലെ വിക്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡി.ലിറ്റ് എന്ന് പറയുന്ന ഓണററി ബിരുദം അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചു. इसके एक साल पहले हिंदी साहित्य सम्मेलन प्रयाग इन्हें विद्या वाचस्पति की उपाधि से सम्मानित कर चुका था. ഇപ്പോൾ ഉജ്ജയിനിലെ വിക്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡി.ലിറ്റ് ബിരുദം കിട്ടുന്നതിൻ്റെ ഒരു വർഷം മുൻപ് പ്രയാഗിലെ ഹിന്ദി സാഹിത്യ സമ്മേളൻ മുഖേന അദ്ദേഹത്തിന് വിദ്യാ വാചസ്പതി എന്ന് പറയുന്ന ഒരു പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി. 1972 में उत्तर प्रदेश हिंदी साहित्य सम्मेलन ने इन्हें विद्या वारिधि की उपाधि प्रदान की. ഇപ്പോൾ 1971 ഡി.ലിറ്റ് കിട്ടി. അതിന് ഒരു വർഷം മുൻപ് തന്നെ, അതായത് 70 പ്രയാഗിലെ ഹിന്ദി സാഹിത്യ സമ്മേളനത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വിദ്യാവാചസ്പതി എന്ന് പറയുന്ന ഒരു അവാർഡ്, പുരസ്കാരം കിട്ടി. അതുകൂടാതെ 1972 ഉത്തർപ്രദേശിലെ ഹിന്ദി സാഹിത്യ സമ്മേളൻ മുഖേന അദ്ദേഹത്തിന് വിദ്യാവാരിധി എന്നു പേരുള്ള ഒരു പുരസ്കാരവും അദ്ദേഹത്തിന് കിട്ടി. 1979 में अखेई भारतीय ज्ञानपीठ पुरस्कार से सम्मानित किए गए तथा 28 अगस्त 1983 को इन्हें यूगोस्लाविया का प्रसिद्ध अंतर्राष्ट्रीय पुरस्कार स्वर्णमाल दिया गया. ഇപ്പോൾ ഒരുപാട് അവാർഡുകൾ, പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നൊരു കാര്യം തന്നെ 1979 അദ്ദേഹത്തിന് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാർ സെ സമ്മാനിത് കിയ. ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു പുരസ്കാരത്താൽ അദ്ദേഹത്തെ ആദരിച്ചു. 1979 ആ രചനയുടെ പേര് ഇതാണ്, കിത്നി നവോമി കിത്നി ബാർ എന്ന പേരുള്ള രചനയിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1983 ഓഗസ്റ്റ് 28 യൂഗോസ്ലാവിയയിൽ നിന്ന് പ്രസിദ്ധ അന്താരാഷ്ട്രീയ പുരസ്കാരം, വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ പുരസ്കാരമാണ് സ്വർണ്ണമാൽ എന്ന് പറയുന്ന പുരസ്കാരം അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചു. ഒരുപാട് പുരസ്കാരങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് 4 अप्रैल 1987 को सुबह 8:30 बजे के लगभग इनका स्वर्गवास हो गया. 1987 ഏപ്രിൽ 4 രാവിലെ ഒരു 8:30 അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കുറേ സാഹിത്യങ്ങളുണ്ട്. അതായത് ബഹുമുഖി പ്രതിഭ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. കാവ്യങ്ങളുണ്ട്, നോവലുണ്ട്, കഥയുണ്ട്, അങ്ങനെ എസ്സേ ഉണ്ട്, അങ്ങനെ ഒരുപാട് വർക്കുകൾ, ഒരുപാട് രചനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രകാശിത സാഹിത്യം ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കാവ്യം, ഭഗ്നദൂത്, ചിന്ത, ഇത്യലം, हरी घास पर क्षण भर, बावरा अहेरी, इंद्रधनु रौंदे हुए थे, आयो करुणा प्रभामय, आंगन के पार द्वार, कितनी नावों में कितनी बार, क्यों कि मैं उसे जानता हूँ, सागर मुद्रा, महावृक्ष के नीचे पहले मैं सन्नाटा बुनता हूँ. അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരങ്ങളാണ്. ഇതിൽ ചിലപ്പോൾ 4 കാവ്യസമാഹാരങ്ങൾ പേരെഴുതാനായിട്ട് 2 മാർക്കും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ കാവ്യസമാഹാരം എന്ന് പറയുന്നത് ഭഗ്നദൂതാണ്.
അതുപോലെ തന്നെ ചിന്ത എന്ന് പറയുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നത്. ചിന്ത എന്ന് പറയുന്ന കവി സമാഹാരത്തിലാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇതിൽ ഒരെണ്ണം കൂടി വന്നിട്ട് കിത്തിനി നാവമേ കിത്തിനി ബാർ എന്ന് പറയുന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് ഏറ്റവും ഉന്നതമായ പുരസ്കാരം, പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രചനയാണത് കിത്തിനി നാവമേ കിത്തിനി ബാർ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത് ഉപന്യാസമാണ്. ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവലാണ്. നോവല് ശേഖർ ഏക് ജീവനി, നദി കെ ദ്വീപ്, അപ്നെ അപ്നെ അജ്നബി, 3 നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അടുത്തത് കഹാനി സംഗ്രഹമാണ്, കഥാസമാഹാരങ്ങളാണ്. വിപദ്ഗ, പരമ്പര, കോട്ടരി കി ബാത്, ശരണാർത്ഥി, ജയ്ദോൾ, യേ തേരെ പ്രതിരൂപ്, ഇത് കഥാസമാഹാരങ്ങളാണ്. അപ്പോൾ കവിത മാത്രമല്ല, നോവലുണ്ട്, കഥയുണ്ട്. അടുത്തത് നിബന്ധ സംഗ്രഹ്, ഉപന്യാസ സമാഹാരം, എസ്സേകൾ. ത്രിശങ്കു, ആത്മനേപദ്, ഹിന്ദി സാഹിത്യ का आधुनिक परिदृश्य, सबरंग और कुछ राग, भवंती, आंध्रा, लिखी कागद कोरे, जोग लिखी, अद्यतन, ആൽബാൽ, സംവത്സർ. സംസ്കൃതം നന്നായി പഠിച്ചിട്ടുള്ളതാണ്, സംസ്കൃത രചനകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഉപന്യാസ സമാഹാരങ്ങൾ, അതായത് എസ്സേകളാണിതെല്ലാം. അടുത്തത് യാത്രാവൃത്താണ്. യാത്രാവൃത്ത് എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണമാണ്. അരേ യായാവ രഹേഗ യാദ്, ഏക് ബൂന്ദ് സാസ ഉച്ചലി, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കി പറയാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. ഒന്നുകൂടി നമുക്ക് പറയാം. സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഖ്യേ എന്നാണ് അജ്ഞേയൻ്റെ മുഴുവൻ പേര്. ഇനി അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നതുകൊണ്ട് സംസ്കൃതത്തിൽ നല്ല അറിവ് നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ ഏറ്റവും ആദ്യത്തെ കവിത എന്ന് പറയുന്നത് BSc പഠിക്കുമ്പോൾ കോളേജിലെ മാഗസിനിലാണ് അച്ചടിച്ചു വന്നത്. അത് രണ്ടാമത്തെ കവിതാ സമാഹാരമായ ചിന്തയിലാണ് ആ കവിത ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് പറയുന്നത് ഭഗ്നദൂതാണ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണത്. അതുപോലെ തന്നെ താരസപ്തകം എന്ന് പറയുന്ന ഒരു കവിത, കവിതകളുടെ അത് 7 കവികൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. അത് ആരംഭിച്ചു. അതിൽ തന്നെ കുറച്ച് രചനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരങ്ങൾ കുറച്ച് അതിൽ വരുന്നുണ്ട്. ആദ്യം ഛായാവാതിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതായത് ഭഗ്നദൂതും ചിന്തയ്ക്ക് ഛായാവാതിലെ കവിതകളാണ്. പിന്നീട് പ്രയോഗവാദം വന്നു. അതിനുശേഷം നൈ കവിതയിലേക്ക് അദ്ദേഹം മാറിയെന്ന് പറയുന്നത്. നൈ കവിതയുടെ പ്രവർത്തകനായിട്ട് ഫേമസ് ആയിട്ട് അദ്ദേഹം മാറിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മാഗസിനിലെ ന്യൂസ് പേപ്പറിൽ അദ്ദേഹം വർക്ക് ചെയ്തു. ഏറ്റവും ആദ്യത്തെ പറയുന്നത് സൈനിക് എന്ന് പറയുന്നതാണ്. അതിന് ശേഷം വീണ്ടും പണ്ഡിറ്റ് ബനാറസിദാസ് ചതുർവേദിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം വിശാൽ ഭാരത് എന്ന് പറയുന്ന പത്രത്തിൽ പ്രവർത്തിച്ചു. അവിടുന്ന് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ വിശാൽ ഭാരത് എന്ന് പറയുന്ന പത്രത്തിലെ പത്രപ്രവർത്തനം അദ്ദേഹം വേണ്ടെന്ന് വെച്ച് വീണ്ടും ബിജ്ലി എന്ന് പറയുന്നത് പട്നയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ഒരു പത്രമാണ്, അതിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. വീണ്ടും അദ്ദേഹം ഇലഹാബാദിൽ താമസിക്കാൻ തുടങ്ങി. 1947 ആകുമ്പോൾ അദ്ദേഹം പ്രതീക് എന്ന് പറയുന്ന ഒരു മന്ത്ലി മാഗസിനാണ് അത് ആരംഭിച്ചു. അതിൽ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് യുവാക്കന്മാരായ കവികൾ, സാഹിത്യകാരന്മാർ, കഥാകാരന്മാർ അവരൊക്കെ അതിൽ അവരുടെ രചനകൾ അതിൽ എഴുതിയിട്ടിരുന്നു. അങ്ങനെ അത് വളരെ നല്ലൊരു പത്രികയായിട്ടത് അന്ന് മാറിയെന്ന് പറയുന്നത്. വീണ്ടും 1965 ദിൻമാൻ എന്ന് പറയുന്ന ഒരു വീക്കിലി, സപ്താഹി പത്രമാണ്, വീക്കിലി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. 6 മാസങ്ങൾക്കുള്ളിൽ അത് വളരെ ഫേമസ് ആയിട്ട് ഹിന്ദി സാഹിത്യത്തിൽ തന്നെ, അല്ലെങ്കിൽ ഹിന്ദിയുടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ന്യൂസ് പേപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു വീക്കിലി ആയിട്ട് അത് മാറിയെന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഉജ്ജയിനിലെ വിക്രം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡീലിറ്റ് എന്ന് പറയുന്ന ഒരു ബിരുദം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രയാഗിലെ ഹിന്ദി സാഹിത്യ സമ്മേളനത്തിൻ്റെ ഭാഗത്തുനിന്ന് വിദ്യാവാചസ്പതി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഹിന്ദി സാഹിത്യ സമ്മേളനത്തിൻ്റെ ഭാഗത്തുനിന്ന് വിദ്യാവാരിധി എന്ന് പറയുന്നൊരു പുരസ്കാരം കിട്ടി. അതുപോലെ 79 കിത്തിനി നാവമേ കിത്തിനി ബാർ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരവും കിട്ടിയെന്നാണ് പറയുന്നത്. പിന്നീട് യൂഗോസ്ലാവിയയിൽ നിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ പുരസ്കാരമാണ്, അവാർഡാണ് സ്വർണ്ണമാല എന്നുള്ളതും അദ്ദേഹം നേടി. 1911 അദ്ദേഹം ജനിച്ചത്. 1987 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇങ്ങനെ കുറച്ച് സാഹിത്യ രചനകൾ അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് കാവ്യങ്ങൾ ഒരു 4 എണ്ണത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ട് ഉണ്ട്. യഹാ ഹമാരി കവിത കാ നാം ഹേ മേനെ കഹാ പേട്, ഞാൻ പറഞ്ഞു മരമെന്ന്. ഇവിടെ കവി പറയുന്നൊരു കാര്യമാണ്. കവി പറയുകയാണ് ആ ഒരു മരത്തിന് കൊടുക്കുന്ന ആ ഇമ്പോർട്ടൻസ്, മരത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. മരവും കവിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്.
അവിടെ കവി और पेड़ के बीच का एक वार्तालाप है ये കവിത നമുക്കൊന്ന് നോക്കാം. मैंने कहा पेड़, मैंने कहा पेड़ तुम इतने बड़े हो, इतने कड़े हो, न जाने कितने सौ बरसों के आंधी पानी में सिर ऊंचा किए अपनी जगह अड़े हो. सूरज उगता डूबता है, चांद बढ़ता चीजता है, ऋतुएं बदलती है, मेघ उमड़ता पसीजता है, और तुम सब सहते हुए संतुलित शांत धीर रहते हुए विनम्र हरियाली से ढके पर भीतर टोट कटइटे गिड़े हो. मैंने कहा पेड़, ഞാൻ മരത്തിനോട് പറയാണ്. എന്താണ് പറയുന്നത്? पेड़ तुम इतने बड़े हो, നീ ഇത്രയും വലുതായിട്ട് സിർ ഊഞ്ചാ കർക്കെ, അതായത് ആകാശത്തിൻ്റെ അത്ര ഉയരങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു മരത്തിനോട് പറയാണ് തും ഇത്തനെ ബഡേ ഹോ, നീ ഇത്രയും വലുതായിട്ട്, ഇത്തനെ കടേ ഹോ, ഇത്രയും ഹാർഡായിട്ട് നീ നിൽക്കുന്നുണ്ടല്ലോ. എന്നാ ജാനേക്ക് ഇത്തനെ സൗ ബരസം കെ, സൗ ബരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷങ്ങളായിട്ട്, സൗ വർഷം കെ ആന്തി പാനിമേ, ആന്തി എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ഇപ്പോൾ കൊടുങ്കാറ്റായാലും മഴയായാലും അപ്പനെ സിർ ഊഞ്ചാക്കിയേ, സ്വന്തം തല ഉയർത്തിക്കൊണ്ട് അപ്പനെ ജഗ അടേഹോ, അതിൻ്റെ സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണ്. അടേഹോ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക. അപ്പം മരത്തിനോട് ചോദിക്കുന്നതാണ്, നമ്മുടെ കവി ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലയോ മരമേ തും ഇത്തനെ ബടേഹോ, തും ഇത്തനെ കടേഹോ, നീ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയും വലുതായിട്ട് നീ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കണം. എന്നാ ജാനെ കിത്തനെ വർഷം സേ, കിത്തനെ സൗ വർഷം സേ, അതായത് ഒരു 100 വർഷത്തിലധികമായിട്ട് ആന്തി ഓർ പാനിമേ, അതായത് കാറ്റായാലും മഴയായാലും അപ്പിനി ജഗ അടിക്ക് രഹനെ, സ്വന്തം സ്ഥലത്ത് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇളകാതെ അടേ രത്തെ ഹേ, കൈസേ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പനെ സിർ ഊഞ്ചാക്കിയേ, അതായത് സ്വന്തം തല ഉയർത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന വലിയൊരു മരത്തിനോട് പറയുന്നൊരു കാര്യമാണിത്. सूरज उगता डूबता है, चांद बढ़ता चीजता है, ऋतुएं बदलती है, मेघ उमड़ता पसीजता है. सूरज उगता है, सूर्य का उदय होता है, उगना उदिक्या, सूर्य उदिक्या. सूरज डूबता है, सूरज का അസ്തമയ होता है, സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു എന്നും പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളാണ്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ചാന്ദ് ബർത്ത ചിജിത ഹേ, ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, അവിടെ ആകാശത്ത് നിലാവ് നിറയുന്നുണ്ട്. ചീജിത ഹേ, ചീജന എന്ന് പറഞ്ഞാൽ കംഹോന, കുറഞ്ഞു വരുന്നുണ്ട്. ഋതുവേ ബദൽത്തി, ഋതുവേ എന്ന് പറഞ്ഞാൽ സീസൺസ്, കാലങ്ങൾ മാറുന്നു. പല കാലം, വർഷക്കാലം, മഴ, വേനൽക്കാലം, അങ്ങനെ ശൈത്യകാലം, അങ്ങനെ മഞ്ഞുകാലം, അങ്ങനെ കാലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. മേഘ ഉമർത്താ പസിജിത്താഹേ, മേഘ ഉമർത്താഹേ, മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. അവർ പസിജിത്താഹേ, അതലിഞ്ഞ് വെള്ളമായിട്ട് മഴയായിട്ട് മാറുന്നു. പാനി ബരസ്താഹേ. ഇപ്പോൾ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളാണ്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, നിലാവുണ്ടാവുന്നു, നിലാവ് പോകുന്നു, അതുപോലെ തന്നെ കാലങ്ങൾ മാറുന്നു, മേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്യുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. അവർ തും സബ് സഹത്തെ ഹുയേ, എന്നാൽ ഈ സമയത്തൊക്കെ ഈ മരം എന്ത് ചെയ്യുന്നു, ഈ സബ് പ്രതിബന്ധമൊക്കെ സഹത്തെ ഹുയേ, എന്ത് പ്രതിബന്ധമായാലും, കാറ്റായാലും മഴയായാലും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എന്തായാലും സബ് സഹത്തെ ഹുയേ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് എങ്ങനെയെന്നൊക്കെ എന്ത് സന്തുലിത് ശാന്തോർ ധീരെ രത്തെ ഹേ, വളരെ ബാലൻസ് ചെയ്തുകൊണ്ട് സന്തുലിതമായ അവസ്ഥയിൽ വളരെ ശാന്തമായിട്ട് വളരെ ധൈര്യത്തോടുകൂടി സബ് സഹത്തെ ഹുയേ ഗഡേ രത്തെ ഹേ, എല്ലാം സഹിച്ചിട്ടും അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. വിനമ്ര ഹരിയാലി സെ ടക്കേ, ടക്കേ എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക, മൂട. ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ്, വളരെ വിനയത്തോടുകൂടി എല്ലായിടത്തും പച്ചപ്പ് കൊണ്ട് മൂടിക്കൊണ്ട്, ഇലകളെ കൊണ്ട് നിറഞ്ഞുകൊണ്ട്, पर भीतर ठोट कटाई टे गड़े हो, ഭീത്തർ എന്ന് പറഞ്ഞാൽ അന്തര ഉള്ളിൽ, ടോട്ട് കട്ട് ചെയ്യുന്നതിൽ തന്നെ വളരെ ഹാർഡായിട്ട് ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ തന്നെയായാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ മുന്നിലുണ്ടായാലും ഇത്രയും ഉയരങ്ങളിലേക്ക് ഉയർന്ന തലയുയർത്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം സഹിച്ചുകൊണ്ട്, കാറ്റായാലും കൊടുങ്കാറ്റുണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും, അതുപോലെ തന്നെ മഴയുണ്ടാവും, സൂര്യൻ്റെ വെയിലിൻ്റെ ശക്തി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാലങ്ങൾ മാറി വരുന്നുണ്ട്, ഇല കൊഴിയുന്ന കാലമുണ്ട്, അങ്ങനെ ഒരുപാട് കാലങ്ങൾ, അങ്ങനെ 100 വർഷത്തിലധികമായിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന, എല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ശാന്തനായിട്ട് വളരെ ബാലൻസ് ചെയ്തുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കുന്ന
നിങ്ങൾക്ക്. എല്ലാ ശ്രേയസ്സും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കാൻ പോകുന്നത് മരത്തിനാണ് ഇവിടെ നമ്മുടെ കവി കൊടുക്കാൻ പോകുന്നത്. തും സബ് സഹത്തെ ഹുയെ സന്തുലിത് ധീർ അവർ ശാന്ത് രഹത്തെ ഹേ. വളരെ ബാലൻസ് ചെയ്ത് ശാന്തമായിട്ട് വളരെ ധൈര്യത്തോടെ ധീരനായിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ? വിനമ്ര ഹരിയാലി സേ ടക്കേ ഹുയെ. വളരെ വിനയത്തോടുകൂടി എല്ലായിടത്തും പച്ചപ്പ് പുതച്ചുകൊണ്ട് അതെല്ലാം മൂടിക്കൊണ്ട്. പർ ഭീതർ ടോട്ട് കട്ടയിലെ ഗഡേ ഹോ. പക്ഷേ ഉസ്കെ അന്തർ എങ്ങനെയാണ് പറയുന്നത്? ടോട്ട് കട്ടയുടെ ഗഡേ ഹോ അടേ രഹത്തെ ഹേ. വളരെ ഹാർഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുകയാണ് ഈ മരം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ കവി പറയുന്ന കാര്യമാണ്, മരത്തിനോട് പറയുന്ന കാര്യമാണ്, തും ഇത്തനെ ബഡേ ഹോ കടേ ഹോ और 100 से अधिक वर्षों से इस आंधी और पानी में सब सते हुए तुम अपने जगह पर अड़े रहते हैं. സ്വന്തം സ്ഥലത്ത് അവിടെ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂരജ് ഉക്താഹേ ഡൂബ്താഹേ ചാന്ദ് ബർത്താഹേ ചീജ്താഹേ ഋതുവേം ബദൽത്തി ഹേ മേഘ ഉമड़ता है और पसीजता है. ये सब सहते हुए ये पेड़ संतुलित शांत और स्थिर रहते हैं. സെക്കൻഡ് സ്റ്റാൻസ പറയുന്നത് നോക്കാം. കാമ്പ പേട്ട് മർമരിത് പത്തിയാം बोली मानो नहीं 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 झूठा श्रेय मुझे मत दो. मैं तो बार बार झुकता गिरता उगड़ता या कि सुख ढूंढ हो के टूट जाता. श्रेय है तो मेरे पैरों तले इस मिट्टी को जिसमें न जाने कहाँ मेरी जड़ें खोई है. ऊपर उड़ा हूँ उतना ही आकाश में जितना कि मेरी जड़ें नीचे दूर धरती में समाई है. അപ്പോൾ കവി പറയുന്ന കേട്ടപ്പോൾ അതിനെ നമ്മുടെ മരം പറയുന്ന മറുപടിയാണ് കാമ്പ പേട്. പേട് കാമ്പ, മരമാകെ വിറച്ചു. മർമരിത് പത്തിയാം. മർമരിത് എന്ന മർമർ എന്ന് പറയുന്നത് ആ ഇലകൾ ഇളകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിനെയാണ് പറയുന്നത് മർമരിത് കരണം എന്ന് പറയുന്നത്. പത്തിയ എന്ന് പറഞ്ഞാൽ ഇലകളാണ്. അപ്പോൾ പേട് അപ്പന പത്തിയ മർമരിത് കർക്കെ കാമ്പ് കർ കഹ ബോലി. എന്താ പറയുന്നത്? നഹി 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 ജൂട്ടാ ശ്രേയ് മത് മുझे देना चाहिए. വേണ്ട. ജൂട്ടാ ശ്രേയ്. ശ്രേയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസ, കീർത്തി. അതായത് തെറ്റായിട്ടുള്ളൊരു പ്രശംസ അല്ലെങ്കിൽ അഭിനന്ദനമൊന്നും മുझे മത് ദോ, എനിക്ക് വേണ്ട. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഇതൊന്നും എനിക്ക് വേണ്ട എന്നാണ് മരം അവിടെ പറയുന്നത്. മരം ഒന്ന് വിറച്ചുകൊണ്ട് ഇലകളൊക്കെ ഒന്ന് ഇളകിക്കൊണ്ട് മരം പറയാണ് ജൂട്ടാ ശ്രേയ് മുझे മത് ദേനാ ചാഹിയേ. തെറ്റായിട്ടുള്ള ഒരു അഭിനന്ദനം അല്ലെങ്കിൽ ഒരു പ്രശംസ എനിക്ക് വേണ്ട എന്നാണ് മരം പറയുന്നത്. മേം തോ ബാർ ബാർ ജുക്ത ഗിർത്ത ഉഗർത്ത യാ കി സുഖ് ഡൂണ്ട് ഹോ കി ടൂട്ട് ജാത്ത. ബാർ ബാർ ജുക്ത. ജുക്ത എന്ന് പറഞ്ഞാൽ തലവനിക്കുക, വളയുക. ഗിർത്ത എന്ന് പറഞ്ഞാൽ വീഴുക. ഉഗർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരോടുകൂടി പിഴുതു മാറ്റപ്പെടുക. ഉഗർത്ത എന്ന് പറഞ്ഞാൽ ജഡ്സെ ടൂട്ട് ജാന. സുഖ് ഡൂണ്ട് ഹോ അത് മരത്തിൻ്റെ തണ്ട് ഉണങ്ങിപ്പോവുക. സൂക്ക പേടാണ് ഉദ്ദേശിക്കുന്നത്. സൂക്ക് ഡൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കുറ്റി അല്ലെങ്കിൽ മരം ഉണങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? ടൂട്ട് ചാത്ത, പൊട്ടിപ്പോവുക. അപ്പം മരം പറയണത് ഇതിൻ്റെ കീർത്തി അല്ലെങ്കിൽ എൻ്റെ ശ്രേയസ്സൊന്നും എനിക്ക് വേണ്ട. കാരണം ഞാൻ പല പ്രാവശ്യം വീണ്ടും വീണ്ടും ഞാൻ വളയുന്നുണ്ട്, വീഴുന്നുണ്ട്, വേരോടെ കട പറഞ്ഞു പോകുന്നുണ്ട്. അതുമാത്രമല്ല മരക്കൊമ്പ് ഉണങ്ങി പൊട്ടിപ്പോകുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ് എനിക്ക് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇത് കൊടുക്കേണ്ടത് ആർക്കാന്ന് ഇവിടെ മരം പറയുന്നുണ്ട്. ശ്രേയ ഹേത്തോ മേരെ പൈരോം തലേസ് മിട്ടിക്കോ ദേന ചാഹിയേ. ഇവിടെ നിങ്ങൾ പ്രശംസ അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് ശ്രേയസ് അല്ലെങ്കിൽ കീർത്തി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്ക് വേണം? മേരെ പൈരോം കെ തലേ പടേ രഹ്നെ വാലെ ഇസ് മിട്ടിക്കോ ദേന ചാഹിയേ. എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന, ഞാൻ ചവിട്ടിയരച്ച് കിടക്കുന്ന എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഈ മണ്ണിനാണ് എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത്, അല്ലാതെ എനിക്കല്ല എന്നാണ് മരം പറയുന്നത്. കാരണം ഞാൻ എൻ്റെ വേരുകൾ പറയുന്നുണ്ട്. ജിസ്മേ ന ജാനെ കഹാ മേരി ജടേം കോയി ഹേ. എൻ്റെ വേരുകളിവിടെ നഷ്ടപ്പെട്ട് കിടക്കുന്നത് ഈ മണ്ണിലാണ്. എൻ്റെ വേരുകൾ എത്രയോ വർഷമായിട്ട് അല്ലെങ്കിൽ എത്രയോ നാളുകളായിട്ട് ഈ വേരുകൾ ഈ മണ്ണിലാണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എല്ലാ ശ്രേയസ്സും കൊടുക്കേണ്ടത് ആരാണ്? മേരെ പൈരോം തലേ പടേ രഹ്നെ വാലെ ഇസ്
മിട്ടി കോ ദേനാ ചാഹിയെ, ഈ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണിനാണ് എല്ലാം കൊടുക്കേണ്ടത്. കവിയോട് പറയണേ, എനിക്കല്ല വേണ്ടത്, എൻ്റെ വേരുകൾ ഉറച്ചു നിൽക്കുന്ന എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണിനാണ് എല്ലാ പ്രശംസകളും കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ശ്രേയസ് കൊടുക്കേണ്ടത്, ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മണ്ണിനാണെന്ന് പറയുന്നത്. ഊപ്പർ ഉഡാഹും ഉത്നാഹി ആകാശ് മേ जितना कि मेरी जड़ें नीचे दूर धरती में समाई है, उतना ही ऊपर उड़ा हूँ. എത്രത്തോളമാണ് ഞാൻ ആകാശത്തേക്ക് അപ്പന സിർ ഊഞ്ചാ കർക്കെ ഗഡേരത്തെ, എത്രത്തോളമാണ് ഞാൻ എൻ്റെ തല ഉയർത്തിക്കൊണ്ട് ആകാശം മുട്ടോളം തല ഉയർത്തിക്കൊണ്ട് ഞാൻ നിൽക്കുന്നത്. ഊപ്പർ ഉടാക്കറത്തെ ഹേ ജിത്നാക്കി മേരി ജഡേ, അത്രത്തോളം തന്നെ മേരി ജഡേം, ജഡേം തന്നെ റൂട്ട് വേരുകൾ, എൻ്റെ വേരുകൾ നീച്ചേ ദൂർ ധർത്തിമേ സമായി ഹേ, താഴേക്ക് അത്രയും താഴേക്ക് എൻ്റെ വേരുകൾ താഴേക്ക് ഇറങ്ങിച്ചെന്നാണ് കിടക്കുന്നത്. അപ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്നത് കാറ്റായാലും കൊടുങ്കാറ്റായാലും മഴയായാലും ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് എനിക്ക് ഒന്നും സംഭവിക്കാതെ എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ മണ്ണാണ്. ഈ മണ്ണിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന എൻ്റെ വേരുകളാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ കൊടുക്കേണ്ടത്, ഇത്രയും തല ഉയർത്തി എനിക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഈ മണ്ണിനാണെന്നാണ് മരം പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് തെറ്റായിട്ടുള്ള ഒരു പ്രശംസ എനിക്ക് വേണ്ട, കാരണം പല പ്രാവശ്യം ഞാൻ വളയുകയും വീഴുകയും അതുപോലെ തന്നെ വേരോടെ കട പറഞ്ഞു പോരുകയും അതുപോലെ തന്നെ ഉണങ്ങിപ്പോകുന്നുണ്ട്, ഉണങ്ങി പൊട്ടിപ്പോകുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ മണ്ണാണ്. അതുകൊണ്ട് ഈ മണ്ണിനാണ് എല്ലാ തരത്തിലുള്ള ശ്രേയസ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ, ശ്രീ കുച്ച് മേരാ നഹീം ജോ ഹേ इस नामहीन मिट्टी का, और हम इन सब उगने डूबने भरने चीजने बदलने मलने पसीजने बनने मिटने वालों का भी सदियों से मैंने बस एक सीख पाई है, जो मरण धर्मा है वे ही जीवनदायी है. വീണ്ടും പറയണേ, श्रेय कुछ मेरा नहीं जो है इस नामहीन मिट्टी का, श्रेय मेरा नहीं चाहिए, അതായത് മുझे नहीं चाहिए, ശ്രേയ മുझे नहीं चाहिए, എനിക്കിതിൻ്റെ ശ്രേയസ് വേണ്ട. ജോ ഹേ ഇസ് നാമഹീൻ മിട്ടി കാ ഹേ, യേ ശ്രേയ ഇസ് നാമഹീൻ മിട്ടി കോ ദേനാ ചാഹിയേ, ഈ പേരില്ലാത്ത ഈ മണ്ണിനാണ് ശ്രേയസ് കൊടുക്കേണ്ടത്. और हाँ इन सब उगने डूबने बरने चीज, നമ്മൾ ആദ്യം പറഞ്ഞു, ഇവിടെ പറയുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, ഉഗ്നെ ഡൂബനെ ബർന ചീജ്ന, അവിടെ ചന്ദ്രൻ നിലാവ് നിറയുന്നു, അതില്ലാതാവുന്നു, കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഋതുവേം ബദലിനെ, സീസൺ മാറി വരുന്നുണ്ട്. മലിനെ പസീജിനെ, മേഘങ്ങൾ ഉരുണ്ടുകൊടുന്നു, മഴ പെയ്യുന്നു. ബന്നെ മിട്നെ വാലം കബി, ഇതെല്ലാം ഉണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന, നശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ ശ്രേയസ്, അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ഒരു മരത്തിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സദിയോം സേ മേനെ ബസ് ഏക് സീഖ് പായി ഹേ, സദിയോം സേ നൂറ്റാണ്ടുകളായിട്ട്, മേനെ ഏക് സീഖ് പായി ഹേ, ഒരു കാര്യം എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ജോ മരൺ ധർമ്മ ഹേ വേ ഹി ജീവൻദായി ഹേ, ആരാണോ മരണത്തിന് കാരണമാവുന്നത്, മരൺ ധർമ്മ ഹേ വേ ഹി ജീവൻദായി ഹേ, അവർ ജീവൻ കൊടുക്കുന്നവരും കൂടിയാണ്. മരണം മാത്രമല്ല, അവരെ കൊണ്ട് ജീവൻ കൊടുക്കാൻ കഴിവുള്ളവരാണ് അവരെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് 1957 ഡിസംബർ 24 ടോക്കിയോയിൽ, ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് പബ്ലിഷ് ചെയ്ത ഒരു കവിതയാണ് മേനെ കഹാ പേഡ് എന്ന് പറയുന്നത്. അക്കേൻ്റെ ഒരു കവിതയാണ്. 57 എഴുതിയിട്ടുള്ള കവിതയാണ്. നമ്മുടെ ബുക്കിൽ തന്നെ കവിതയുടെ സാരം കൊടുത്തിട്ടുണ്ട്, സമ്മറി കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. अखी की कविता मैंने कहा पेड़ यथार्थ के धरातल पर संवेदना की गहरी अनुभूति कराती है. അഖിൻ്റെ കവിതയായ മേനെ കഹാ പേട് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളെ, വളരെ ആഴങ്ങളിലേക്കുള്ള അനുഭവങ്ങളാണ്, ആഴത്തിലേക്ക് ഇറങ്ങിത്തരുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. एक और मिट्टी को श्रेय देने वाला पेड़ है तो दूसरी ओर स्वयं कवि पेड़ के निरंतर विकसित होते रूप एवं अद्भुत प्रकृति पर मुग्ध है. ഒരു ഭാഗത്ത് एक और മിട്ടി കോ ശ്രേയ ദേന വാല പേട് ഹെ, ഒരു ഭാഗത്ത് മണ്ണിനെ പ്രശംസിക്കുന്ന മരവും, മറുഭാഗത്ത് കവിയാണ് അവിടെ നിൽക്കുന്നത്.
കവി അവിടെ ഈ മരം വലുതായി വരുന്ന കാണുമ്പോൾ, നിരന്തരം വികസിച്ചു വരുന്ന ഈ രൂപം കാണുമ്പോൾ, ആ അത്ഭുതകരമായ ആ ഒരു പ്രകൃതി കാണുമ്പോൾ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. कवि पेड़ के अड्डिक स्वरूप की सराहना करते हुए कहता है कि न जाने कितने सौ बरसों की आंधी पानी में भी सिर ऊंचा किए वह गड़ा है. കവി പേടിൻ്റെ ആ ഉറച്ചു നിൽക്കുന്ന ആ രൂപത്തെ പ്രശംസിച്ചുകൊണ്ട്, സരാഹന കർത്തവ്യം അതിനെ പ്രശംസിച്ചുകൊണ്ട് പറയാണ്, എന്താണെന്നറിയില്ല, എത്രയോ വർഷങ്ങളായിട്ട് കൊടുങ്കാറ്റായാലും വെള്ളപ്പൊക്കമായാലും എന്തു തന്നെയായാലും അതിലെല്ലാം ഇളകാതെ സിറൂഞ്ചാക്കിയെ തല ഉയർത്തിപ്പിടിച്ചാണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ ആ കവി ആ മരത്തിനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. കാരണം എത്രയോ വർഷങ്ങളായിട്ട്, 100-ലധികം വർഷങ്ങൾ അത് ഇളകില്ല, ഒരു നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നോ മാറാതെ നിൽക്കുന്നത്, അത്രയും തല ഉയർത്തിപ്പിടിച്ച് ആകാശം മുട്ട ഉയരത്തിൽ വളരുന്ന മരങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അതിനെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. വ സബ് കുച്ച് സഹത്തെ ഹുയെ സന്തുലിത് ശാന്തേവൻ ദീർഘേ. ഇപ്പോൾ എന്ത് തന്നെയായാലും, മഴയായാലും കാലങ്ങൾ മാറി വരുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, അങ്ങനെ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും അതിനനുസരിച്ച് എല്ലാം സഹിച്ചുകൊണ്ട്, വളരെ ബാലൻസ് ചെയ്തുകൊണ്ട്, വളരെ ശാന്തമായ രീതിയിൽ, വളരെ ധൈര്യത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. तब पेड़ कवि को उत्तर देता है कि यदि श्रेय देना ही है तो पैरों तले रौंदी जाने वाली उस मिट्टी को दीजिए जिसने मेरी जड़ों को नीचे दूर धरती में समोए हुए है. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനെ ആ പറഞ്ഞതിനെ, അതായത് കവി മരത്തിനെ കുറിച്ച് പ്രശംസിച്ചിട്ട് പറഞ്ഞപ്പോൾ മരം പറയുന്ന മറുപടി എന്താണ്, അതായത് എന്തെങ്കിലും പ്രശംസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കണം? എൻ്റെ കാൽ ചുവട്ടിൽ ഞെരിഞ്ഞമർന്ന് കിടക്കുന്ന ഈ മണ്ണിനാണത് കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ മരം പറയുന്ന മറുപടി. കാരണം ഞാൻ എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകുന്നു അത്രത്തോളം എൻ്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്നെ ഉറപ്പിച്ച് നിർത്താമെന്നാണ് പറയുന്നത്. വഹ് മിട്ടി ജോ നാമഹീൻ ഹേ മരൺ ധർമ്മ ഹേ പരന്തു വഹ് ജീവൻദായി ഹേ. അപ്പം മണ്ണെന്ന് പറയുന്നത് ഒരിടത്തും പേരില്ലാത്ത ഒന്നാണ്, എന്നാൽ അത് മരണത്തിന് കാരണമാവുന്ന ഒന്നാണ്, പക്ഷെ അത് ജീവിതം കൊടുക്കുന്നതുമാണ് ഈ മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിലയില്ലാത്ത സാധനമാണെങ്കിലും കൊടുക്കേണ്ടത് ഈ മണ്ണിനാണ്. കാരണം എന്നെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന വസ്തു എന്ന് പറയുന്നത് മണ്ണാണ്. അല്ലാതെ എനിക്ക് തെറ്റായിട്ടുള്ള അതായത് ആവശ്യമില്ലാത്ത ഒരു പ്രശംസ എനിക്ക് ആവശ്യമില്ല. അത് കൊടുക്കേണ്ടവർക്ക് തന്നെ കൊടുക്കണമെന്നാണ് ഇവിടെ പേട് പറയുന്നത്. ഇപ്പം മരവും കവിയും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു നമ്മുടെ കവിത. താങ്ക് യു.